ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോ ഹോണ്ടയുടെ പ്ലഷർ വണ്ടി ഓട്ടത്തിൽ ഓഫായി പോയതാണ്. അപ്പോൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിലില്ല വണ്ടിക്കകത്ത്. ഓയിലില്ലാതെ പിസ്റ്റൺ പിടിച്ചാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കരിഞ്ഞ് സ്മെല്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഹീറ്റായിട്ട് പിടിച്ചാണായിരിക്കണം. ഓയിലില്ലാതെ കയറി പിസ്റ്റൺ പിടിച്ച് അത് ഫുള്ളായിട്ട് നമുക്ക് അഴിച്ച് നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ ഏകദേശം എന്തോരം നമുക്ക് വണ്ടിയുടെ ഇതിന് പറ്റിയിട്ടുണ്ടെന്നുള്ള കേസ്. സിലിണ്ടർ പിസ്റ്റൺ എന്തെങ്കിലും പോയിട്ടുണ്ട്. പിന്നെ ക്രാങ്ക് ഷാഫ്റ്റ് അതേപോലെ വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റുകളുണ്ടോ, ക്യാം ഷാഫ്റ്റ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ദിവസം അഴിച്ച് നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ. സാധാരണ രീതിയിൽ നമുക്ക് സ്കൂട്ടർ മോഡൽ ഹീറോ ഹോണ്ടയുടെയൊക്കെ വരുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ പിസ്റ്റണൊക്കെ മാറ്റി ചെയ്യുമ്പോൾ ഫുൾ എഞ്ചിൻ വർക്കായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് നമുക്കൊരു 15,000 തുടങ്ങി ഒരു 17,000 രൂപ വരെയൊക്കെ സാധാരണ രീതിയിൽ വരാറുണ്ട്. അതായത് ക്രാങ്ക് ഷാഫ്റ്റൊക്കെ മാറ്റി ചെയ്യണ സമയത്ത്. നേരെ മറിച്ച് നമുക്കത് എമൗണ്ട് ചുരുക്കി ചെയ്യാമെന്ന് പറഞ്ഞാൽ ലെയ്ത്തി കൊടുത്തിട്ട് നമുക്കത് ബോർ ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ വരുമ്പോഴും ഏകദേശം 10,000 തുടങ്ങിയിട്ട് ഏകദേശം ഒരു 13,000 രൂപ ആ റേഞ്ചൊക്കെ വരാറുണ്ട് അങ്ങനെ ചെയ്താൽ പോലും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഏകദേശം അപ്രോക്സിമേറ്റ് നമുക്ക് ആ ഒരു എമൗണ്ട് പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ അഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് അഴിച്ചാലാണ് ഏകദേശം നമുക്ക് കൃത്യമായിട്ട് ഒരു ധാരണ കിട്ടുള്ളൂ ഏതൊക്കെ പാർട്സുകളുടെ ഡാമേജ് വന്നേക്കണേ. അങ്ങനെ ഒരു ഇതും പ്രകാരം നമ്മൾ വെച്ച് നോക്കി നമുക്ക് വർക്ക് എത്രയാകുമ്പോൾ തീർക്കാൻ പറ്റുമെന്നുള്ള അഴിച്ച് നോക്കിയാലാണ് പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളിത് അഴിക്കണേക്കാളും മുമ്പ് തന്നെ ഏകദേശം നമുക്കൊരു എമൗണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞത്. അതൊന്ന് നോക്കിയിട്ട് ആ രീതിയിൽ പറയാം. അപ്പോൾ ഏത് രീതിയിലാണ് ചെയ്യണം, അപ്പോൾ ആ രീതിയിൽ ചെയ്യാനായിട്ട് എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് അഴിച്ച് നോക്കിയിട്ട് ആ രീതിയിൽ ചെയ്യാം. ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അഴിച്ചിട്ടിട്ട് പിന്നെ നമുക്ക് അയ്യോ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് സെറ്റ് ചെയ്യൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുൻകൂട്ടി പെർമിഷൻ ചോദിക്കുന്നതിൻ്റെ കേസ്. അപ്പോൾ വീഡിയോ കണ്ടേമേ ഒന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം. ഓക്കെ.